എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും നന്നായി പഠിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. ഈ 2025 നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഞാൻ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാത്സിൽ നല്ലൊരു മാർക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? അതായത് 714 രൂപയ്ക്കാണ് വിറ്റത് അല്ലേ? അപ്പോൾ എത്ര രൂപയാണ് ഇതിൻ്റെ ഡിഫറൻസ്, അതായത് വ്യത്യാസം? 840 മൈനസ് 714 എന്ന് പറയുന്നത് എത്രയാണ്? 126 രൂപയാണ്. ആ 126 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയത് അല്ലേ? ഇനി അത് എങ്ങനെയാണ് ശതമാനത്തിൽ കാണുക? 126 ഏതില്? അതായത് ശരിക്ക് ഉള്ള വിൽപ്പന വില എത്രയാണ്? 840. അപ്പൊ 840 126 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കണേ അല്ലേ, ഡിസ്കൗണ്ട് ആയിട്ട്. അപ്പൊ 126 ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു 100. അങ്ങനെയാണ് ഏത് ശതമാനം കാണുക? ഡിസ്കൗണ്ട് ശതമാനം കാണുക. നമ്മൾ ലാഭവും നഷ്ടമൊക്കെ കാണുമ്പോൾ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വിലയുമാണ് നമ്മൾ കാണുക. ലാഭശതമാനം നഷ്ടശതമാനം കാണുമ്പോഴും വാങ്ങിയ വിലയുമാണ് കാണുക. പക്ഷേ ഇത് കാണുമ്പോൾ, ഡിസ്കൗണ്ട് ശതമാനം കാണുമ്പോൾ നമ്മൾ എന്താണ്? വിൽപ്പന വിലയമേലാണ് ഡിസ്കൗണ്ട് കാണുക, ഡിസ്കൗണ്ട് ശതമാനം കാണുക. അപ്പോൾ 126 ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു 100. അതായത് 0 വെട്ടിക്കളഞ്ഞു. 84-ൽ 2 42 പ്രാവശ്യം. ഇവിടെ എന്താവും? അപ്പോൾ I2 10. ഇനി 42 ഇതിൽ എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. അപ്പോൾ 3 5 15% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വഴിയുള്ളത്, എത്രയാണോ പുതിയ ശരാശരി അത് 72 പ്ലസ് പിന്നെ എന്താണ്? എത്ര സംഖ്യകളാണോ ഉണ്ടായിരുന്നത്? 11 സംഖ്യകൾ. അത് ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എത്രയാണ്? 6. അതായത് 66. 72ഉം 66ഉം കൂടി കൂട്ടിയുള്ളതാണ് ഏതാണ്? ആ ചേർത്ത സംഖ്യ. അപ്പൊ 138 എന്നുള്ളതാണ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 11 സംഖ്യകളുടെ ശരാശരി 66 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ടോട്ടൽ എന്ന് പറയുന്നത് എന്ത് വരും? 66. അപ്പൊ എന്ത് വരും? 6 12 726. ഇനി 12 സംഖ്യകളുടെ ശരാശരിയാണ് 72 ആയത്. അപ്പൊ ടോട്ടൽ എന്ത് വരും? 72 ഇൻറ്റു 12. അതായത് ഈ 2 4, ഈ 7 14, ഈ 7 14, ഓരൻ 2, ഓരേഴ് 7. അപ്പൊ 4 6 8 864. ഇനി ഇതിന്റെ ഡിഫറൻസ് കാണണം. 864 മൈനസ് 726. അത് എത്രയാണ്? 8 6 14, 3 പിന്നെ എന്താണ്? 138 എന്ന് വരും. അപ്പൊ ഇതൊക്കെ എഴുതുമ്പോൾ കുറേ സമയം പോവും. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നല്ലത്. ഏതാണ്? പുതിയ ശരാശരി പ്ലസ് എന്താണ്? എത്ര സംഖ്യകൾ ഉണ്ടായിരുന്നോ അത് ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? അതായത് 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് വീതം എടുക്കുമ്പോഴാണ് ടാങ്ക് നിറയണത് അല്ലേ? അപ്പൊ എത്ര മണിക്കൂറാണ് ശരിക്കും എടുക്കണത്? 1 മണിക്കൂർ 30 മിനിറ്റ് വെച്ചിട്ട് 3 പൈപ്പുകൾ എന്ന് പറഞ്ഞാൽ 3ഉം പിന്നെ 30 മിനിറ്റ് വെച്ചിട്ട് 3 എണ്ണം എന്ന് പറഞ്ഞാൽ 90 മിനിറ്റും. അതായത് 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ. അപ്പൊ 3 1 4.5 മണിക്കൂറാണ് ആകെ എടുക്കണത് അല്ലെ? 4.5 മണിക്കൂറാണ് ഒരു ടാങ്ക് നിറയാൻ വേണ്ടി എടുക്കണത്. അപ്പൊ 2 പൈപ്പേ ഉള്ളൂ വെച്ചെങ്കിൽ ഇതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ എത്രയാണ് വരിക? 2.15 അവർ. അതായത് 2 മണിക്കൂർ 15 മിനിറ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? 2k+1 ഇൻറ്റു 2/5 ഈക്വൽ ടു 2/7 ആണെങ്കിൽ ഇത് എന്ത് ഫോർമുല ഉപയോഗിക്കാം? a⁻m
ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതേപോലെ ഇവിടെ എഴുതുമ്പോൾ 2 റേസ് ടു എന്താവും കെ പ്ലസ് 1 പ്ലസ് 5 ഈക്വൽ ടു 2 റേസ് ടു 7. അതായത് 2 റേസ് ടു കെ പ്ലസ് 6 എന്ന് പറയുന്നത് 2 റേസ് ടു 7 ആണ്. അപ്പൊ ഇവിടെ 2 ആണ്. അപ്പോൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ കെ പ്ലസ് 6 എന്ന് പറയുന്നത് 7 കെ എന്താവും 1 ആവും അല്ലെ. 7 മൈനസ് 6 1 ആവും. അപ്പൊ കെ 1 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തീകരിക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? നോക്കൂ, എ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അപ്പോൾ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/20 ആണ് അല്ലെ. എയുടെ മാത്രം എ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ജോലി 1/20. എയും ബിയും കൂടി ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നതോ 1/12 ആണ് അല്ലെ. 12 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 1/12 ആണ് എടുക്കുക. അപ്പൊ ഇനി ബി മാത്രമായിട്ട് എങ്ങനെയാ ചെയ്യാ? എ പ്ലസ് ബി മൈനസ് എ ചെയ്താൽ മതി. അപ്പോൾ ഒരു ദിവസത്തെ ബിയുടെ കിട്ടും. അപ്പൊ എത്രയാണ്? 1/12 മൈനസ് 1/20. അതെങ്ങനെയാ ചെയ്യാ? ഇതിന്റെ LCM ലസാഗു എന്താണ്? 60 ആണ് അല്ലെ. 60 ആക്കണ വെച്ചെങ്കിൽ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 5 മൈനസ് 3 എന്ന് വരും. അതായത് 2. 2/60 ഇതിൽ വെട്ടിപ്പോവും. അപ്പൊ 30. 1/30 ആണ് ഒരു ദിവസം ബി ചെയ്യണത്. ബി ചെയ്യണത് ഒരു ദിവസം 1/30. അപ്പൊ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുക? 30 ദിവസം കഴിഞ്ഞാലാണ് അത് പൂർത്തീകരിക്കാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അവര് ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? അപ്പൊ നമ്മള് എങ്ങനെയാണ് വടക്കോട്ട്, അതായത് ഇവിടെയാണ് നമ്മൾ നിൽക്കണമെങ്കിൽ വടക്കോട്ട് യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് യാത്ര ചെയ്തു 8 കിലോമീറ്റർ. ഇനി എന്താ ചെയ്ത? വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു 1 കിലോമീറ്റർ യാത്ര ചെയ്തു. അപ്പൊ ഇങ്ങോട്ടാണ് ഇപ്പൊ നിൽക്കണത്. വടക്ക് ഇവിടെയാണ് വെച്ചെങ്കിൽ ഇവിടെ എന്താവും? തെക്കാവും. തെക്ക് ദിശയിലാണ് രാജുവിന്റെ യാത്ര ഇപ്പോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെല്ലോ HELLO എന്ന വാക്ക് KHUOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ WORLD എന്ന വാക്കിന് കോഡ് എന്ത്? അതായത് H കഴിഞ്ഞ ഐയും ജെയും ഇല്ലാണ്ട് K ആണ് വന്നേക്കണേ. E കഴിഞ്ഞ Fഉം Gയും ഇല്ലാണ്ട് H ആണ് വന്നേക്കണേ. L കഴിഞ്ഞ Mഉം Nഉം ഇല്ലാണ്ട് O ആണ് വന്നേക്കണേ. അപ്പൊ 2 വീതം ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നോക്കണത് അല്ലെ എല്ലാത്തിലും. അപ്പൊ അതേപോലെ ഇവിടെ വരുമ്പോ W കഴിഞ്ഞ Xഉം Yയും ഇല്ല, Z മാത്രമുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം O കഴിഞ്ഞ എന്താണ് Pയും Qയും ഇല്ല, R കഴിഞ്ഞ Sഉം Tയും ഇല്ല, U. പിന്നെ L കഴിഞ്ഞ Mഉം Nഉം ഇല്ല, O. D കഴിഞ്ഞ ഇയും എഫും ഇല്ല, G. അപ്പൊ പിന്നെ മനസ്സിലായില്ലേ അത് തന്നെയാണെന്ന്. പക്ഷെ നമ്മുടെ നേരം കളയണ്ട എന്നുള്ള വിധത്തിലാണ് നമ്മള് Z എന്ന് കണ്ടാൽ തന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? 4, 7, 12 ഡാഷ്. നോക്കൂ, 4 കഴിഞ്ഞ 3 കൂട്ടിയാലാണ് 7 ആവുക. 7 കഴിഞ്ഞ 5 കൂട്ടിയാലാണ് 12 ആവുക. അപ്പൊ 3, 5 അടുത്തത് എത്ര കൂട്ടണം? 7 കൂട്ടണം. അപ്പൊ 19. അപ്പൊ A എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A പ്ലസ് എന്ന ചിഹ്നത്തെയും B മൈനസ് എന്ന ചിഹ്നത്തെയും C ഡിവൈഡഡ് ബൈ എന്ന ചിഹ്നത്തെയും D ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ ഇത് എത്ര സൂചിപ്പിക്കുന്നു? A എന്ന് പറയുന്നത് എന്ത് പറയുന്നു? പ്ലസ് ആണ് എന്ന് പറഞ്ഞു.
സി എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ ആണെന്ന് പറഞ്ഞു. ഡി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ആണെന്ന് പറഞ്ഞു. ബി എന്ന് പറയുന്നതോ മൈനസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് വന്നു? 18 + 12 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2 മൈനസ് 5. ഇത് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റും. അപ്പൊ ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യണം, അല്ല വെച്ചെങ്കിൽ ഡിവിഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ 12 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? 2 എന്ന് വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു ഉണ്ട് വെച്ചെങ്കിൽ അതാണ്. അപ്പൊ 2 ഇൻറ്റു 2 ആണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പൊ 4 ആണ്. അപ്പൊ 18 + 4 മൈനസ് 5 അതെത്രയാണ്? 22 മൈനസ് 5 അതെത്രയാണ്? 17. അപ്പോൾ ഏതാണ്? ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.